Hello friends. അപ്പോൾ ഇന്നത് രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. കാരണം എനിക്കിന്ന് ചെക്കപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകണമായിരുന്നു. അപ്പോൾ അക്കു ബേബീനെ സ്കൂളിലാക്കിയതിന് ശേഷം നമ്മൾ ചെക്കപ്പിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളിച്ചിട്ട് അവൻ തണുത്തിട്ട് നിൽക്കണം. അവൻ നീച്ചേനെ അപ്പോൾ ഡാഡേനെ നീപ്പിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ സ്നാക്സും ലഞ്ചും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഞാൻ മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ട് അത് നിഷ്കൂനെ പോലെ ചന്ദനക്കുറിയൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ കുട്ടീനെ വിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ വരുമ്പോൾ ഇതൊന്നും ആയിരുന്നില്ല പോലെ നിങ്ങൾക്കത് കാണാം മുടിയൊക്കെ കിട്ടി. പക്ഷെ അവനിതാ ഫ്രണ്ടിൽ തന്നെ കയറിയിരിക്കുക കേട്ടോ. ഗൈസ് എന്നെ ഇരുത്തില്ല. അമ്മ പ്ലീസ് ഞാനല്ലേ സ്കൂളിൽ പോകണം, അവ ബാക്കിലിരുന്നോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഗൈസ് ഞാൻ തന്നെ ബാക്കിലിരുന്നു കേട്ടോ. അവ സ്കൂൾ വരെയല്ലേ ഉണ്ടാവുള്ളൂ വിചാരിച്ചു. ഇന്ന് അമ്മമ്മ ഉണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് ഒരു ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അമ്മമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാടായിട്ടോ കൊണ്ടാക്കിയത്. അവന് ഭയങ്കര ഹാപ്പിയാണ്. അവനങ്ങനെ എല്ലാവരും പാടെ കൊണ്ടാക്കണത് കേട്ടോ. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ മടിയും കാര്യങ്ങളൊന്നും എൻ്റെ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ നിങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ കറണ്ട് ഇല്ല ഗൈസ്. കുറേ നേരം ഞാനായിരുന്നു ഫസ്റ്റ് ടോക്കൺ നമ്പർ. എന്നിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. 2 വീക്സ് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബേബി വരാറായിട്ടോ ഗൈസ്. അപ്പോഴേക്കും ഞങ്ങൾ അക്കുവിനെ കൂട്ടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുഡൊക്കെ ആയിട്ട് പോയതാണ് ചെക്കൻ. പക്ഷെ ഇന്ന് സ്ട്രൈക്കോ എന്തോ വിദ്യാഭ്യാസ ബന്ധം തോന്നുന്നു. അങ്ങനെ അവനെ പേരൻസ് വന്നു കഴിഞ്ഞാൽ വിടാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കണ്ടു. അപ്പം നമ്മൾ നേരെ അവനെ വിളിച്ചിട്ട് നമ്മൾ മോനും ഡുണ്ടും ഒക്കെ പാടെ നമ്മൾ എങ്ങോട്ട് പോയി ഇല്ലത്തേക്ക് പോയിട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവല്ലാതെ നമ്മൾ പോയില്ല വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇല്ലം കള്ളുഷാപ്പ് പോയിട്ടോ. കുഴപ്പമില്ല, വലിയ ഹൈപ്പ് കൊടുക്കാനൊന്നുമില്ല ഗൈസ്. ഞങ്ങൾക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. പറഞ്ഞ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡ് ഓവർ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡ് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരെന്തൊക്കെയോ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്തിരിക്കള്ളോ അതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ചെയ്യില്ല ഗൈസ്. നല്ല കുട്ടിയാണ്, അതുകൊണ്ട് ഞാനൊന്നും കുടിച്ചില്ല. കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞിട്ട് കരിമീൻ വറുത്തതാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നന്നായത് ഈ ഒരു സംഭവം മാത്രമായിരുന്നു. ഡക്ക് റോസ്റ്റ് ഇല്ലേ, അത് മാത്രം നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. വേറൊന്നും നന്നായി ഉണ്ടായിരുന്നില്ല. അതിന് ഞങ്ങൾ നേരെ പോയത് അവിടെ വരെ പോയത് സ്ഥിതിക്ക് അവിടെ അനിയത്ര വീടുണ്ട്, നിജിയുടെ വീട്. അപ്പോൾ ഉണ്ണിനെ കാണാൻ വേണ്ടി വേദൂരെ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവനെ. അപ്പോൾ അവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് അവന് ഞങ്ങളെ കണ്ട ഹാപ്പിയാണ് കൈസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അവന് യാതൊരു പരിചയക്കേടും ഇല്ല. മോനിനെ ഇപ്പോൾ ഗൾഫിൽ നിന്നിട്ട് ആദ്യമായിട്ട് കാണുന്നിട്ട് അവനോടും നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ അത് അവനവിടെ പോയപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് അവനവിടുത്തെ ഓരോ സാധനങ്ങളൊക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. അക്കൂനെ അവിടെ ചെന്ന് പിന്നെ ഇങ്ങനെ വരണമെന്നുണ്ടായിരുന്നില്ല ഗൈസ്. അപ്പോൾ അടുത്തൊരു വീടായിട്ട് കാണാറ്. ബൈ.